സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, ഭാഗ്യവാന്മാർ അവർക്കുള്ളതാണ് ഈ വിരുന്ന്. ചെയ്യുന്നത് പാപമായിരുന്നെങ്കിലും ക്രൂരതയായിരുന്നെങ്കിലും അസുരഗുരു ശുക്രാചാര്യർക്ക് ചെയ്ത പണിയോട് അത്ര വിരോധമില്ല. സിമിലർലി കഴിക്കുന്ന മനുഷ്യന്റെ കണ്ണും വയറും നിറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് തനിയെ നിറഞ്ഞോളും. താരതമ്യേന ഇത് കാഴ്ചയിൽ വൃത്തിയുള്ളതായി തോന്നാമെങ്കിലും നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ണിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ കണ്ടതും കേട്ടതും മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. ഒരു ഉദാഹരണത്തിന്, ആകാശം നിങ്ങൾ കാണുന്നില്ലേ? പക്ഷേ ആകാശമുണ്ടോ? സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി കറങ്ങുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്നില്ലേ? പരന്ന ഭൂമിയെ കണ്ണിൽ കാണുമ്പോൾ ഉരുണ്ട ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കുന്നില്ലേ? ചീസും പനീറും ഒക്കെ റെയിൽവേ ട്രാക്കിലെ മെറ്റല് പോലെ എത്ര കട്ടിയോടെയാണ് ഓരോ സാൻഡ്വിച്ചും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം പോലും അതിനിടയിൽ കടക്കില്ല. വിയർപ്പിന് പകരം ചീസാടാ നിങ്ങൾ വിടണ. അതിനൊക്കെ ഇത്രയ്ക്കും വില കുറവാ. ഇനി അതിന്റെ മുകളിൽ ഇടാൻ കോഹിനൂർ രത്നം മാത്രമേ ഉള്ളൂ ബാക്കി. സത്യം, ഇത് കണ്ട് കണ്ണു നിറഞ്ഞ് എനിക്ക് കല്യാണം കഴിച്ച സുഖം. ഒരു പശു അതിന്റെ ആകിട ആവിയേക്ക് ആയുസ് മുഴുവൻ പാല് ചുരത്തിയാലും അതിന്ന് കിട്ടിയ ചീസും പനീറും അര ഡപ്പയെ കാണൂ. അന്തമാതിരി ഏറിയ വില അതുക്ക്. അപ്പൊ പൈത്യമില്ലാത്തവരൊക്കെ ചിന്തിച്ച് പാറ്, അപ്പൊ ഇതൊക്കെ ചീസാത ചിലം പരസം ചിരിച്ചതാ. ചലോ ബോയ്, ആദ്യമേ വൃത്തിയില്ലായ്മ കുറ്റം നെഹി പറയുക. ദിസ് ഈസ് ഓക്കെ എന്ന് പറയാൻ പറ്റും അല്ലേ? പോട്ടെ, ഇന്നത്തേക്ക് ഇത് ഓക്കെ. കുറച്ച് പ്രാണവായു ശ്വസിച്ച് നിങ്ങൾ ജീവിക്ക്. നല്ല ഭക്ഷണം കഴിച്ച് വളരെ. ഡയബറ്റീസ് വന്ന് ചാക്, ഷുഗർ വന്ന് പൊള്ളയ്. ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ ഞാൻ പോണ്. നീരുന്ന് ഉണ്ടാക്ക്.